ഹലോ മച്ചന്മാരെ, പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവോണ ഡേ ആയിട്ട് നമ്മളൊരു നല്ല അടിപൊളി സദ്യ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ തുടക്കം കുറിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മാന്തറ ക്ഷേത്രത്തിലോട്ടാണ്. അതായത് ഞങ്ങൾ പോകുന്നത് വൈഫിൻ്റെ വീട്ടുകാരോട്ടാണ് പോയത്. അപ്പോൾ അവർ ക്ഷേത്രത്തിലോട്ടാണ് പോയത്. പിന്നെ പനിയൊക്കെ പിടിച്ചിറക്കണോണ്ട് ഞാനും വൈഫും കൂടെ അമ്പലത്തിനകത്ത് കയറാൻ പറ്റിയില്ല. ഞങ്ങളവിടെ നേരെ പോയത് അതിൻ്റെ അടുത്തുള്ള ഈ ക്ഷേത്രത്തിന് അടുത്തുള്ള തന്നെ ഒരു അടിപൊളി ഒരു സ്പോട്ടുണ്ട്. അത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അങ്ങോട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. ഈ ക്ഷേത്രത്തിൻ്റെ ഈ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള എന്താണ് ബീച്ചിൻ്റെ ഭാഗത്തോട്ട് നമുക്ക് പോകാൻ പറ്റും. നല്ല അടിപൊളി വൈബുള്ള സ്ഥലമാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചെന്നപ്പോൾ തന്നെ നല്ല സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. ആ സന്ധ്യ സമയത്തത്തെ അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ തന്നെ നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. കുറേ വീഡിയോയും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം വയ്യാത്തത് കൊണ്ട് തന്നെ വീഡിയോയും കാര്യങ്ങളൊന്നും ഒരുപാട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ തിരുവോണ ദിവസത്തെ നമ്മളെന്തിനാണ് വീഡിയോ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പിറ്റേന്ന് നമ്മൾ തുടക്കം കുറിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ക്ലബ്ബുണ്ട്. അതും ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. തോലിക്ക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അവിടുത്തെ ചെറിയൊരു ഓണപ്പരിപാടിയൊക്കെ ഉണ്ട്. എല്ലാ വർഷവും ഉണ്ട്. അപ്പോൾ അതേപോലെ ഈ വർഷം ഉണ്ടായിരുന്നു. അത് അടിപൊളി വൈബായിരുന്നു കേട്ടോ. പയ്യന്മാരെന്നൊക്കെ പറഞ്ഞാൽ എല്ലാം നല്ല ചില്ല്, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നല്ല പരിപാടിയും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും നമ്മൾ അവിട്ടനാളിലാണ് നമ്മൾ പ്രോഗ്രാം നടത്താറ്. ഇത്തവണയും നമ്മൾ അവിട്ടനാളിൽ തന്നെയായിരുന്നു നമ്മൾ പ്രോഗ്രാം നടത്തിയിരുന്നത്. അതായത് നല്ല വെറൈറ്റി പരിപാടികളൊക്കെ ആയിരുന്നു. തക്കാളി ഡാൻസ്. അപ്പോൾ ഇങ്ങനത്തെ ഈ അപൂർവമായിട്ടുള്ള പരിപാടി ഞാൻ വേറെ കണ്ടിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കണ്ണേട്ടി കൊടമടി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊന്നും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ തന്നെ കണ്ണ് കെട്ടി കൊടടിക്കാൻ വന്ന് ഇവൻ തന്നെ പ്രൈസും കൊണ്ടുപോയി. പിന്നെ നമ്മളെ കൂട്ടത്തിലുള്ള നമ്മളൊരു പയ്യൻ നമ്മളൊരു മത്സരത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്കൊരു ആഹ്ലാദമല്ലേ. പിന്നെ നോക്കില്ല, അവിടെ കിടന്നങ്ങ് അർമാദിച്ച്. അത് കഴിഞ്ഞ് പിന്നെ സാരി ഉടുക്കൽ മത്സരം ഇരുന്ന് കേട്ടോ. എന്തെങ്കിലും ഒരു പരിപാടിക്ക് പങ്കെടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ സാരി ഉടുക്കൽ മത്സരത്തിന് പങ്കെടുത്ത്. ഉടുക്കാനൊന്നും അറിയത്തില്ല. അപ്പുറം നിൽക്കുന്നവരൊക്കെ ഭയങ്കര സാരി ഉടുത്ത് പരിചയമുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. നല്ല പോലെയൊക്കെ സാരി ഉടുക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ കിട്ടിയ സാരി എടുത്ത് എങ്ങനെയെങ്കിലും ഉടുക്കണമെന്നും പറഞ്ഞിട്ട് നേരെ അങ്ങ് ഉടുത്തപ്പോഴത്തേക്കും കിടക്കുന്നത് ഉടുത്തതൊന്നും ശരിയായതുമില്ല. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അഴിഞ്ഞൊക്കെ വരണം. പിന്നൊന്നും നോക്കിയില്ല, എന്തായാലും 2 സ്റ്റെപ്പ് വയ്ക്കണമല്ലോ. പിന്നൊന്നും നോക്കിയില്ല, വയ്യാതിരിക്കുന്നതുകൊണ്ട് പിന്നെ അധികം ചാടാനൊന്നും പറ്റില്ല. എന്നാലും 2 സ്റ്റെപ്പ് അങ്ങ് വെച്ചു. അങ്ങനെ അതൊക്കെ കണ്ട് ഉച്ചയ്ക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോയത് പാറുവിൻ്റെ അമ്മാമ്മ വീട്ടിൽ, അതായത് എൻ്റെ വൈഫിൻ്റെ അമ്മാമ്മ വീട്ടിൽ. അവിടെ വെറൈറ്റി ആയിട്ട് ഇന്ന് ഓണത്തിന് സദ്യയ്ക്ക് പകരം നമ്മൾ ബിരിയാണിയാണ് വെച്ചത്. എല്ലാവരും പറഞ്ഞ് എല്ലാ വർഷവും സദ്യയല്ലേ, ഇപ്പോൾ ഈ വർഷത്തെ വെറൈറ്റിക്ക് വേണ്ടി ബിരിയാണി വയ്ക്കാം. അങ്ങനെ നല്ലൊരു ചിക്കൻ ബിരിയാണിയൊക്കെ തിന്ന് ഞാനും വൈഫും കൂടെ നേരെ ക്ലബ്ബിൽ വീണ്ടും പരിപാടി കാണാൻ വേണ്ടി പോയി. അങ്ങനെ അവിടെ നിന്നപ്പോഴത്തേക്ക് അവിടെ ഉറിയടി മത്സരം നടക്കുകയായിരുന്നു. ആ ഉറി പിടിച്ച് കളിക്കുന്നത് വേറെ ആരുമല്ല, എൻ്റെ അച്ഛൻ തന്നെയാണ്. കാരണം ഓണമൊക്കെ അല്ലേ, അടിച്ച് പൊളിക്കട്ടെന്ന് കരുതി എന്തായാലും ഇതായിരുന്നു നമ്മളെ സെക്കൻഡ് ഡേ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ചതയ ദിനത്തിൽ നേരെ പോയത് എൻ്റെ അനിയത്തിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ. എല്ലാ വർഷവും ഓണത്തിന് നമ്മൾ പോകുന്നതാണ്, പക്ഷേ ഈ വർഷം നമ്മൾ ചതയ ദിനത്തിലാണ് പോകുന്നത്. എല്ലാ ദിവസവും നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ നേരെ അനിയത്തിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവളെ വീട് പോത്തങ്കോട് അയിരൂപ്പാറ, അതവിടെയാണ് എൻ്റെ അളിയൻ്റെ സ്ഥലം. അതായത് അവളെ കല്യാണം കഴിച്ചുകൊണ്ട് പോയിരിക്കുന്നത് അവിടെയാണ്. അങ്ങനെ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് വെച്ചു വിട്ടു. പിന്നെ പോണ വഴിക്ക് ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എടുക്കാൻ. പക്ഷേ എനിക്ക് വണ്ടി ഓടിക്കുന്നതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല. അവിടെ ചെന്നപ്പോൾ അവിടെ വെറൈറ്റി ഓണപ്പരിപാടികൾ എന്ത് പറയാനാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ആ പരിപാടിയൊക്കെ കണ്ടുകൊണ്ട് അവിടെ തന്നെ നിൽക്കാൻ അവിടെ തന്നെ നിന്നു. നല്ല അടിപൊളി പരിപാടി കേട്ടോ. കുട്ടിയുടെ ബാക്കിൽ ഒരു പേന കെട്ടിയിട്ട് കൊടുത്തിട്ട് അത് കുപ്പിക്കകത്താക്കുക, ആ പേന കുപ്പിക്കകത്താക്കുക, അവിടെ നിന്ന് നേരെ അത് കുപ്പിയും പിടിച്ചുകൊണ്ട് ഓടി അപ്പുറത്തെ ലൈനിൽ പോകുമ്പോഴത്തേക്ക് ജയിക്കും. അതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് പിന്നെ അടുത്തത് വെള്ളംകുടി മത്സരം. ഇതാണ് കേട്ടോ എൻ്റെ അനിയത്തിയുടെ മോൻ. എല്ലാവരും എല്ലാ കുട്ടികളും വെള്ളംകുടി മത്സരമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവനും ഒരാഗ്രഹം വെള്ളംകുടി മത്സരത്തിൽ പങ്കെടുക്കാൻ. പിന്നെ ഒന്നും നോക്കിയില്ല, അളിയൻ പറഞ്ഞ് എങ്കിൽ പിന്നെ അവൻ അവിടെ കൊണ്ടാക്കിയിട്ട് അളിയൻ പറഞ്ഞ് അവനും കൂടെ പങ്കെടുക്കട്ടെ എന്ന്. ഇവനാണെങ്കിൽ ബാക്കി എല്ലാ കുട്ടികളും ഛർദ്ദിക്കുകയും ചെയ്യുന്നത്, ഇവനാണെങ്കിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അവരൊന്നും നോക്കാതെ ഇവന് വെള്ളം വീത്തി കൊടുക്കുകയും ചെയ്യുന്നു. പിന്നൊന്നും നോക്കിയില്ല, നല്ല ചോണ കുട്ടിയായിട്ട് അവൻ പരിപാടിക്കും പങ്കെടുത്ത് നല്ല അടിപൊളി സമ്മാനം മേടിച്ച്. അത് കഴിഞ്ഞ് ക്വിസ് മത്സരം. ഇതൊരു വെറൈറ്റി പരിപാടിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്താണ് വെറൈറ്റി പരിപാടി എന്നല്ലേ. ഈ ക്വിസ് മത്സരം ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുന്നു. പക്ഷേ അതങ്ങനെയല്ല. ഇത് നല്ല സ്ക്രീനിലിട്ടിട്ട് ഓരോരോ ഫോട്ടോകൾ കാണിക്കും. അതുമായി ലിങ്ക് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും അവർ ചോദിക്കുന്നത്. അങ്ങനെ ഒരു വെറൈറ്റി പരിപാടി തന്നെയായിരുന്നു കേട്ടോ ഇത്. ഈ ക്വിസ് മത്സരം ആങ്കർ ചെയ്യുന്ന പയ്യൻ അവൻ നല്ലൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പയ്യനാണ്. കാരണം അവനാണ് ഈ ഫുള്ള് ക്വസ്റ്റ്യനും ഉണ്ടാക്കി ഇങ്ങനെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തത്. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ വെറൈറ്റി പരിപാടി നടക്കുന്നത്, ഇമ വെട്ടാതെ ഇരിക്കുക. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പാറു പറഞ്ഞു എന്തായാലും നമുക്കും കൂടി ഈ പരിപാടിക്ക് എന്തായാലും പങ്കെടുക്കാമെന്ന്. പിന്നൊന്നും നോക്കിയില്ല, ഞാനും പാറും കൂടെ പങ്കെടുത്ത്. നമ്മൾ രണ്ടുപേരെയും നോക്കിക്കൊണ്ടിരിക്കുന്ന രണ്ടുപേരെ കണ്ടില്ലേ. ഇപ്പം നമ്മൾ ഇമ വെട്ടും കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. പക്ഷേ ഇതെല്ലാം
എൻ്റെ ചിന്താഗതികളെല്ലാം തെറ്റിച്ചതുകൊണ്ട് പാറു ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം മറന്ന് ചിരിച്ച് ഒറ്റ എണീച്ചൊരു പോക്ക്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ വലിയൊരു വടംവലി മത്സരം, അതായത് അവിടെയുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് തന്നെ ഒരു വടംവലി മത്സരം അവർ ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്തായാലും ഞങ്ങൾ വന്നതല്ലേ, ഒരു വടംവലി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഓണത്തിന് ഒരു ഹരം ഉള്ളൊരു പരിപാടി ഇല്ലേ, അപ്പം ഒന്നും നോക്കിയില്ല, പരിപാടിക്ക് അങ്ങ് പങ്കെടുക്കും. പിന്നെ ഒന്നും നോക്കിയില്ല, പാറുവിനെ അങ്ങോട്ട് വലിച്ച് ഞാനങ്ങ് പരിപാടിക്ക് അങ്ങ് ഇട്ട്. പാറും എൻ്റെ അനിയത്തി രണ്ട് എതിർ ടീമുകളാണ്, എതിർ ടീമായിട്ട് നിന്ന് രണ്ടുപേരും നല്ല രീതിയിൽ വടം വലിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട്, അങ്ങനെ എന്തായാലും ഒരു ടീമല്ലേ വടംവലിക്ക് വിജയിക്കത്തുള്ളൂ. അങ്ങനെ എന്തായാലും എൻ്റെ അനിയത്തിയുടെയൊക്കെ ടീം വടംവലിക്ക് അങ്ങ് വിജയിച്ചു, എൻ്റെ വൈഫിൻ്റെയൊക്കെ ടീം തോറ്റു. അപ്പോൾ എന്തായാലും എന്താണ് അടുത്തത്, എന്താണ് അവിടുത്തെ കൊച്ചു കുട്ടിയെക്കൊള്ളയും കൊച്ചു ആൺകുട്ടിയെക്കൊള്ളയും കൊച്ചു പെൺകുട്ടിയെക്കൊള്ളയൊക്കെ വടംവലിയായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഇരുന്നിട്ട് പിന്നെ അവസാനം ഞങ്ങൾ പോകാനുള്ള ടൈമായി, ഞങ്ങൾ അളീൻ്റെ അവിടെ നിന്ന് എന്തായാലും രാത്രിയായാലും ഇറങ്ങാനുള്ള ടൈമായി. ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ വർഷത്തെ ഓണം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.